വിദ്യാർത്ഥികളെ സമ്മേറ്റീവ് അസസ്മെന്റ് 2025-26 എൻവയോൺമെന്റ് സയൻസ് 3-ാം ക്ലാസ്സിലെ എൻവയോൺമെന്റ് സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി സ്പെഷ്യാലിറ്റീസ് ഓഫ് സോയിൽ. സോയിലിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ്. നമുക്ക് എ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സോയിൽ ഫോർ അസ്? റൈറ്റ് ദം. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് സോയിൽ നമുക്ക് നൽകുന്നതെന്നാണ്. എന്തൊക്കെയാണ്? ഫോർ അഗ്രികൾച്ചർ, കൃഷിക്ക് വേണ്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ്, പിന്നെ എന്തൊക്കെ സോയിലും കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്? നമുക്ക് മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ക്ലേ മോഡല് ഉള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്, ക്ലേ കൊണ്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണ്, നമുക്ക് ബിൽഡിങ്സ് പണിയാൻ വേണ്ടിയിട്ട് അല്ലേ, ഫോർ കൺസ്ട്രക്ട് എ ബിൽഡിംഗ്. പിന്നെ ഫോർ അഗ്രികൾച്ചർ, പിന്നെ ഈ പറയുന്ന പോലെ കരകൗശല വസ്തുക്കൾ, ആർട്സ് അല്ലേ, നമ്മൾക്ക് നല്ല നല്ല മൺപാത്രങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമുക്ക് സോയിൽ യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റി ഷോസ് ദാറ്റ് ദെയർ ഈസ് എയർ ഇൻ ദ സോയിൽ? താഴെ കാണിച്ചിരിക്കുന്ന രണ്ട് ആക്ടിവിറ്റികൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ എയർ ഇൻ ദ സോയിൽ, സോയിലിൽ എയർ ഉണ്ട് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ഡ്രൈഡ് ക്ലംപ് ഓഫ് സോയിൽ ഈസ് പുട്ട് ഇൻ വാട്ടർ. എന്താണ്? ഡ്രൈഡ് ക്ലംപ് ഓഫ് സോയിൽ ഈസ് പുട്ട് ഇൻ വാട്ടർ. നല്ല ഉണങ്ങിയ എന്താണ് മണ്ണ് നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളത്തിലേക്ക് ഇടുന്നു അല്ലേ, ഉണങ്ങിയ മൺകട്ട വെള്ളത്തിലേക്ക് ഇടുന്നു. രണ്ടാമത്തെ, ഫിൽ ഹാഫ് ഓഫ് ദ ബോട്ടിൽ വിത്ത് സോയിൽ, ക്ലോസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ദ സൺലൈറ്റ്. ഒരു ബോട്ടിലിൽ നമ്മൾ പകുതി സോയിൽ നിറച്ചിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് സൺലൈറ്റിൽ പ്ലേസ് ചെയ്യുന്നത്. ഇതിലേതിലായിരിക്കും എയർ ഇൻ ദ സോയിൽ നമുക്ക് മനസ്സിലാകുക? ഇത് ഒന്നാമത്തെയാണ് അല്ലേ, എ ഡ്രൈഡ് ഡംപ് ഓഫ് സോയിൽ ഈസ് പുട്ട് ഇൻ വാട്ടർ. ഒന്നാമത്തെയാണ് ശരി. ഇനി സി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഓഫ് ആനിമൽ ലീവ് ഇൻ സോയിൽ? ചൂസ് ദ കറക്റ്റ് ഗ്രൂപ്പ്. സോയിലിൽ ജീവിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആനിമൽസിന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ഉത്തരം. എർത്ത് വേം, ആൻഡ്ലിയോൺ, ടെർമൈറ്റ്. എന്തൊക്കെയാണ്? മണ്ണിര, പിന്നെ എന്താണ് ആൻഡ്ലിയോൺ എന്ന് പറഞ്ഞാൽ കുഴിയാന, ടെർമൈറ്റ് ചിതല്. ഇത് മൂന്നാണ് ഇതിൻ്റെ സോയിലിൽ ജീവിക്കുന്ന ആനിമൽസ്, അതിൻ്റെ ഗ്രൂപ്പ്. ഇനി ആക്ടിവിറ്റി 1 ബിയിലെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ടർ ആൻഡ് സോയില്. ഇവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വാട്ടർ, മഡ്ഡി വാട്ടർ, അതായത് ചെളിയുള്ള വെള്ളം എങ്ങനെയാണ് ക്ലിയർ വാട്ടർ ആക്കി മാറ്റുന്നതെന്ന്. അപ്പം മഡ്ഡി വാട്ടർ, സെക്കൻഡ് എന്താ ഗ്രാവൽ, അടുത്തത് എന്തായിരിക്കും? സോയിലാണ് വേണ്ടത്. എന്താണ്? സോയില്. അടുത്തത് നിങ്ങളവിടെ എഴുതേണ്ടത് സോയിൽ എന്നാണ്, അടുത്തത് കോൾ എന്നാണ്, അവസാനം ക്ലിയർ വാട്ടർ. ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ മക്കൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവും. ഇനി ബി ക്വസ്റ്റ്യൻ, ഡിഡ് യു നോട്ടീസ് ഫ്രോം ദ പിക്ചർ ഹൗ വാട്ടർ ഈസ് വേസ്റ്റഡ്? വാട്ട് ആർ ദ അതർ സിമിലർ സിറ്റുവേഷൻ? റൈറ്റ് ഡൗൺ. ഇവിടെ പിക്ചറിൽ കാണുന്നില്ലേ ഈ വാട്ടർ വേസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ വാട്ടർ വേസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് എന്താണത്? ഇങ്ങനെ വെറുതെ ടാപ്പുകൾ തുറന്നിട്ടാൽ നമ്മൾ വാട്ടർ വേസ്റ്റ് ആവും. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരം സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്താണ്? നമ്മൾ മോട്ടർ ഓൺ ആക്കിയിട്ടിട്ട് മോട്ടർ ഓഫ് ചെയ്യാൻ മറന്നു അല്ലേ, അപ്പോൾ ടാങ്കിൽ വെള്ളം നിറഞ്ഞ് എന്ത് ചെയ്യും? വെള്ളം പാഴായി പോകും. വെറുതെ ടാപ്പുകൾ തുറന്നിട്ടിട്ട് എന്ത് ചെയ്യും? വെള്ളം മുഴുവൻ. അപ്പം അതുപോലെ ഏതെങ്കിലും രണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ, പുട്ട് ടിക്ക് മാർക്ക് ഓൺ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു യൂസ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ യൂസുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായത് ഏതാണെന്നാണ്. വാട്ടർ നമ്മൾ ഡ്രിങ്കിന് ഉപയോഗിക്കും, ബാത്തിന് ഉപയോഗിക്കും, പിന്നെ നമുക്ക് ഫോർ ഷെൽറ്ററിന് വേണ്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് വാട്ടർ ബ്രീത്ത് ചെയ്യാൻ വേണോ? വേണ്ട. അപ്പം അതുമായി തെറ്റുള്ളത് ഏതാണ്? ടു ബ്രീത്ത്. അതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡ്രോ ആൻഡ് മാച്ച് ദ കറക്റ്റ് കളർ ഓഫ് ബിൻ ഫോർ വേരിയസ് ടൈപ്പ് ഓഫ് വേസ്റ്റ്. പല ടൈപ്പ് വേസ്റ്റുകൾ അവിടെ തന്നെയാണ്. അതിന് കറക്റ്റ് കളറ് മാച്ച് ആവുന്ന കളറ് നിങ്ങൾ ഇതിനകത്ത് ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ നമുക്ക് തന്നിട്ടുണ്ട്. ഫുഡ് വേസ്റ്റ്, എഗ് ഷെല്ല്, വേസ്റ്റ് പേപ്പർ, വേസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾ ആൻഡ് ഫിഷ്. ഇത് ഗ്രീൻ അല്ലേ. ഇതൊക്കെ നമുക്ക് ജൈവ മാലിന്യങ്ങളാണ് അല്ലേ. നമുക്ക് അപ്പോൾ ഗ്രീൻ ആണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് പ്ലാസ്റ്റിക്, ബോട്ടില്, ഫുഡ്വെയർ, തെർമോക്കോൾ, അത് യെല്ലോയിലാണ് വരുന്നത്. നെക്സ്റ്റ് ഇ വേസ്റ്റ് ആണ്. ഇലക്ട്രോണിക് വേസ്റ്റ്, ബൾബ്, അൺയൂസ്ഡ് പെയിന്റ്, അപ്പോൾ റെഡ് ആണ്. അപ്പോൾ റെഡ്. അപ്പോൾ ആദ്യത്തെ ഗ്രീന്, രണ്ടാമത്തെ യെല്ലോ, മൂന്നാമത്തെ റെഡ്. ഇനി ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഡു നോട്ട് ത്രോ പ്ലാസ്റ്റിക് വേസ്റ്റ്.
പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വലിച്ചെറിയരുത്. അതുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ, പ്ലാസ്റ്റിക് വേസ്റ്റ് ആർ നോട്ട് ഹാംഫുൾ ടു നേച്ചർ. ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് പ്ലാസ്റ്റിക് വെയർ നമ്മുടെ നേച്ചറിന്, പ്രകൃതിക്ക് ഹാംഫുൾ അല്ല, ദോഷമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദോഷമല്ലേ? ദോഷമാണ്. അപ്പോൾ നമുക്കത് തെറ്റാണ്. അപ്പോൾ നമ്മളത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല, നമ്മളത് എഴുതരുത്. രണ്ടാമത്തെ, പ്ലാസ്റ്റിക് വേസ്റ്റ് ഡു നോട്ട് ഡീകമ്പോസ്. പ്ലാസ്റ്റിക് എന്തില്ല? മണ്ണിൽ അലിഞ്ഞു ചേരില്ല, അല്ലേ? ഡീകമ്പോസ് ആവില്ല. മൂന്നാമത്തെ, പ്ലാസ്റ്റിക് വേസ്റ്റ് ഹെൽപ്പ് ദ സോയിൽ ഫെർട്ടൈൽ. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താൻ വേണ്ടി പ്ലാസ്റ്റിക് വേസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞേ. ആണോ? ഇല്ല. മണ്ണിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇട്ട് അത് മണ്ണിൽ അലിഞ്ഞു തരില്ല. അപ്പോൾ രണ്ടാമത്തെ ഉത്തരമാണ് ശരി. പ്ലാസ്റ്റിക് വേസ്റ്റ് ഡു നോട്ട് ഡീകമ്പോസ്. മൂന്നാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഫുഡ് ആൻഡ് ഹെൽത്ത്. ക്ലാസിഫൈ ആൻഡ് റൈറ്റ് ദ ഫോളോയിങ് ഐറ്റംസ്. ഇവിടെ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇതിൽ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞത്. ആദ്യത്തെ വെജിറ്റബിൾ. വെജിറ്റബിൾ എന്നുള്ളത് കാണുമ്പോൾ തന്നെ വെജിറ്റബിളിൽ വരുന്ന സാധനങ്ങൾ ഒന്ന് എന്താണ്? ഐ വി ഗോഡ്, അതായത് എന്താണ്? കോവയ്ക്ക. ആദ്യത്തേൽ കോവയ്ക്കാണ് വേണ്ടത്. രണ്ടാമത്തെ വെജിറ്റബിൾ ഏതാ ഇതിനകത്ത് തന്നിരിക്കുന്നതെന്ന് നോക്കൂ. ഏതാണ്? ലേഡീസ് ഫിംഗർ. അപ്പോൾ ലേഡീസ് ഫിംഗർ. അപ്പോൾ വെജിറ്റബിളിൽ നമ്മൾ കോവയ്ക്കയുടെയും ലേഡീസ് ഫിംഗറിൻ്റെയും എഴുതണം. രണ്ടാമത്തെ എന്തായിരിക്കും? ആപ്പിളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ മുകളിൽ എന്താ എഴുതണ്ടേ? ആപ്പിൾ എന്താണ്? ഫ്രൂട്ടാണ്. അപ്പോൾ അവിടെ മുകളിൽ ഫ്രൂട്ട് എന്ന് എഴുതുക. ഫ്രൂട്ടിൻ്റെ വേറെ ഏതാ വന്നത്? ഗ്രേപ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? ഗ്രേപ്സ് എഴുതണം. ഇനി മൂന്നാമത്തെ ലീഫി വെജിറ്റബിൾ എന്ന് തന്നിട്ടുണ്ട്, അല്ലേ? ഇല പച്ചക്കറികൾ, അല്ലേ? എന്തൊക്കെയാണ്? ഡ്രംസ്റ്റിക് ലീവ്, മുരിങ്ങ ഇല. ഡ്രംസ്റ്റിക് ലീവ് തന്നിട്ടുണ്ട്. പിന്നെ ഏതാ? സ്പിനാച്ച്, അല്ലേ? ചീര, സ്പിനാച്ച്. അടുത്ത സെറൈൽസ്. ധാന്യങ്ങളിൽ ഏതൊക്കെയാ വരുന്നത്? സെറൈൽസിൽ റൈസും വീറ്റും, നെല്ലും അരിയും ഗോതമ്പും. റൈസും വീറ്റും, അരിയും ഗോതമ്പും. നെക്സ്റ്റ് ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ. അതിലേതൊക്കെയാ തന്നെ? യാമും തപ്പിയോക്കയും യാമും. അത് രണ്ടും അതിൽ തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് വി ഗെറ്റ് ഫ്രം ആനിമൽ? ആനിമലിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടണത്? എഗ്ഗ്, മീറ്റ്, മിൽക്ക്, അല്ലേ? നെക്സ്റ്റ്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇൻക്ലൂഡിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻ അവർ ഡയറ്റ്? നമ്മുടെ ഡയറ്റിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് നമ്മൾ കൊണ്ടുവരുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഒന്ന് നമുക്ക് ഫോർ ഗ്രോത്ത്, നല്ല ഗ്രോത്തിന് വേണ്ടിയിട്ട്, അല്ലേ? ഫോർ ഇമ്മ്യൂണിറ്റി, രണ്ടും നല്ല പ്രതിരോധ ശക്തി ഉണ്ടാവാൻ. ഫോർ ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഫോർ ഗ്രോത്ത്, ഫോർ ഇമ്മ്യൂണിറ്റി. നാലാമത്തെ ആക്ടിവിറ്റി നമുക്ക് പോവാം. എന്താണ് നാലാമത്തെ ആക്ടിവിറ്റി? ലെറ്റ്സ് മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ, അല്ലേ? എങ്ങനെ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാം, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ ഹെൽപ്പ് അസ് പ്രിവെൻറ്റ് ഡിസീസസ്. നമുക്ക് പേഴ്സണൽ ഹൈജീൻ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിസീസുകളെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. കംപ്ലീറ്റ് ദ വേർഡ് വെബ് ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നിങ്ങൾ ഈ വെബ് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. പേഴ്സണൽ ഹൈജീൻ ഉണ്ടാവണമെങ്കിൽ എന്താണ്? ഷുഡ് വിയർ ക്ലീൻ ക്ലോത്ത്. നമ്മളെപ്പോഴും നല്ല ക്ലോത്ത് ധരിക്കണം, ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് ധരിക്കണം. പിന്നെയോ ബാത്ത് ഡെയിലി, ദിവസവും കുളിക്കണം. പിന്നെയോ ബ്രഷ് അവർ ടീത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്, അല്ലേ? ബ്രഷ് അവർ ടീത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്, അല്ലേ? ഡെയിലി 2 times, അല്ലേ? അതും എഴുതാം, അല്ലേ? ഫുഡ് കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ ബ്രഷ് ടീത്ത് ചെയ്യണം, അല്ലേ? ബിഫോർ ബ്രഷ് അവർ ടീത്ത്, അല്ലേ? ആഫ്റ്റർ ഫുഡ്, ആഫ്റ്റർ ബ്രഷ് അവർ ടീത്ത്. ഓക്കെ, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എന്താണ്? പിന്നെ നെയിൽസ് കട്ട് ചെയ്യുക. അപ്പം ബ്രഷ് ചെയ്യണം ഡെയിലി, പിന്നെ ബാത്ത് ചെയ്യണം, നെയിൽ കട്ട് ചെയ്യണം, അതുപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കണം. ഇനി വാട്ട് ആർ ദ ഡിസീസ് കോസ്ഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ? നമ്മുടെ പേഴ്സണൽ ഹൈജീൻ കുറവും കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? കോൾഡ്, ഡയറി, അല്ലേ? നമുക്ക് ജലദോഷം, പനി, ചുമ, ജലദോഷം, ചുമ, ജലദോഷം, വയറിളക്കം, പിന്നെ എന്താണ് നമുക്ക് ചൊറികൾ, ചണങ്ങൾ, ഇതൊക്കെ നമ്മളുടെ പേഴ്സണൽ ഹൈജീനും കൊണ്ടുണ്ടാവുന്ന, പേഴ്സണൽ ഹൈജീൻ്റെ കുറവ് കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അസുഖങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ആക്ടിവിറ്റി 4 അടുത്ത ബിയിൽ ക്ലീൻലിനെസ്
ഈസ് ഗ്രേറ്റ്നെസ്. നമുക്ക് നോക്കാം. ദ സ്റ്റേജസ് ഓഫ് ഹാൻഡ് വാഷിംഗ് ആർ ഗിവൺ. ഹാൻഡ് എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത് എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ലൈൻസ് മാച്ച് ചെയ്യാൻ, ലൈൻസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് വണ്ണിലേക്ക്. ഫസ്റ്റ് വണ്ണിൽ എന്താ ചെയ്യുന്നത് അത് തന്നിട്ടുണ്ട്. ക്ലീൻ ദ ഫിംഗേഴ്സ് ആൻഡ് റിസ്റ്റ് ബൈ റബ്ബിംഗ് ദം ഇൻ എ സർക്കുലർ മാനർ യൂസിങ് ദ അതർ ഹാൻഡ്. നെക്സ്റ്റ് വൺ എന്താണ് ചെയ്യുന്നത്? വാഷ് ഹാൻഡ് പ്രോപ്പർലി ഇൻ റണ്ണിങ് വാട്ടർ. രണ്ടാമത്തെ അതാണ് അല്ലേ, ഒഴുകുന്ന വെള്ളത്തിൽ നന്നായി കൈ വാഷ് ചെയ്യുക. മൂന്നാമത്തെ എന്താണ്? വെറ്റ് ഹാൻഡ് ആൻഡ് അപ്ലൈ സോപ്പ്. നനഞ്ഞ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യണം? സോപ്പ് അപ്ലൈ ചെയ്യണം. നാലാമത്തെ എന്താണ്? ക്ലീൻ ദ ബാക്ക് ഓഫ് യുവർ ഹാൻഡ്സ് ആൻഡ് ഇൻ ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്. വിരലുകൾക്കിടയിലും പിന്നെന്താണ് ഹാൻഡിൻ്റെ ബാക്കിലും നമ്മൾ നന്നായി ക്ലീൻ ചെയ്യുക. ഇനി ബി ക്വസ്റ്റ്യൻ. മനു കെയിം ടു സ്കൂൾ വിയറിങ് എ മാസ്ക് ബിക്കോസ് ഹി ഹാഡ് എ കോൾഡ് ആൻഡ് വാസ് സ്നീസിങ്. മനു സ്കൂളിൽ മാസ്ക് വെച്ചിട്ടാണ് വന്നത്. കാരണം എന്താ? അവന് കോൾഡും നല്ല തുമ്മലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, സ്നീസിങ്. വാട്ട് ഇസ് അഡ്വാൻറ്റേജ് ഓഫ് വിയറിങ് മാസ്ക്? മാസ്ക് ധരിക്കുന്നതുകൊണ്ടുള്ളത് എന്താണ്? ടു പ്രിവെൻറ്റ് സ്പ്രെഡിങ് ഓഫ് ഡിസീസ് അല്ലേ, ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതിന് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഈ അസുഖങ്ങൾ മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പകരാതിരിക്കാൻ വേണ്ടി സാധിക്കും. മാസ്ക് ധരിക്കൽ നല്ലതാണ്. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ഡിസീസ് ആർ സ്പ്രെഡ് ബൈ മോസ്കിറ്റോ? മോസ്കിറ്റോ കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡെങ്കു ഫീവർ, എലിഫന്റിയാസിസ്. ഡെങ്കിപ്പനിയും മന്ത്. ബി ആണ് ഉത്തരം. അഞ്ചാമത്തെ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത്. ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ടിക്ക് മാർക്കും ക്രോസ് മാർക്കും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Some statement related to health care are given below. Put a tick mark below the correct ones and put tick mark below the wrong ones. ഒന്ന് സ്ലീപ്പ് വെൽ അല്ലേ, കറക്റ്റ് ആണ്. ഈറ്റ് ഇനഫ് ഫുഡ്, റോങ് ആണ്. ഫോളോ ഹൈജീൻ ഹാബിറ്റ്സ്, കറക്റ്റ് ആണ്. പ്ലേ ഓൺലൈൻ ഗെയിംസ്, റോങ് ആണ് അല്ലേ. പിന്നെയോ അടുത്തത് എന്താണ്? പ്ലേ ഫിസിക്കൽ ഗെയിം, നന്നായിട്ട് കളിക്കണം അല്ലേ, നല്ല ഫിസിക്കൽ ഗെയിംസ് കളിക്കണം. അപ്പോൾ അതും കറക്റ്റാണ്. ഓക്കെ, ഇനി അടുത്തത് പ്രിപ്പയർ 3 ക്വസ്റ്റ്യൻ ടു ഇൻ്റർവ്യൂ ഹെൽത്ത് എക്സ്പേർട്ട് ടു കണ്ടക്ട് അവയർനെസ് ഓഫ് ദ ടോപ്പിക് ചിൽഡ്രൻ ആൻഡ് ദെയർ ഹെൽത്ത്. ഒരു ഹെൽത്ത് എക്സ്പേർട്ടിനോട് ചോദിക്കാനുള്ള ചിൽഡ്രൻ ആൻഡ് ദെയർ ഹെൽത്തിനെ കുറിച്ച് ചോദിക്കാൻ പറ്റുന്ന ഒരു 2-3 ചോദ്യങ്ങൾ, ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കാനാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നിങ്ങളുടെ ഇന്നത്തെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.